ഇന്ന് ഞാൻ രാവിലെ നീച്ചപ്പോ നിന്റെ അടുത്ത വീട്ടത്തെ പാന്താത്ത വന്നിക്കണ കേട്ടാ. ഇപ്രാവശ്യം ഞാൻ വന്നപ്പോ കണ്ടിട്ടില്ലേന്ന്. അപ്പൊ ഞാൻ ഇവിടെ അവത്തക്കന്നെ വിളിച്ചു കൊടുത്തിട്ട് എന്റെ ഇപ്പൊ കളിക്കാൻ വേണ്ടി കൂട്ടിക്കൊടുന്നിട്ടാ. ഞാൻ കുറെ വിശേഷമൊക്കെ പറഞ്ഞേ. എനിക്ക് ഓരോ വാശി മനസ്സിലാവണില്ലേ, അവൾക്ക് ചെവിയും കേൾക്കണില്ല. അപ്പൊ പിന്നെ അവത്ത് കൊണ്ടുപോയി കളിക്കാച്ച് ഞാൻ പിടിച്ചു കൊണ്ടേങ്ങിട്ട് ഞാൻ കുറെ പാവക്കുറ്റിനൊക്കെ കൊടുത്തിട്ടാ. ഒക്കെ എന്നോട് ചോദിച്ചത് എനിക്ക് തരുമോ ചോദിച്ചിട്ട് ഞാൻ എല്ലാം കൊടുത്തേ. ഇതിപ്പോ ഞാനാ കുട്ടി അത് പാന്താത്തെ കുട്ടി. ഞാനെന്നെ സംശയിച്ച്. അപ്പൊ പാന്താത്ത ഒന്നെനിക്ക് തിന്നഴിഞ്ഞാ പിന്നെ പാവലച്ചിട്ട് ഒരിക്കന്നെ കൊടുത്തേ. ഒഴുക്കൊണ്ടല്ലേ പൂതിയൊക്കെ. എനിക്ക് പിന്നെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇപ്പൊ പാന്താത്ത പറഞ്ഞേ എനിക്കൊന്നും മണ്ടൊക്കെ എടുത്തോർന്നെ. അപ്പൊ ഞാൻ കുറച്ച് ഗ്യാസൊക്കെ എടുത്തിട്ട് ചായ ഒക്കെ ഉണ്ടാക്കി കൊടുത്ത്. പാന്താത്തക്ക് പല്ലൊന്നും ഇല്ലാത്തോണ്ട് ചായ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടാ. ഞാൻ ചായ മാത്രം കൊടുത്തു. ഇതിന്റെ സ്പെഷ്യൽ ചായനെ ഞാൻ ഇവിടെ ഇങ്ങനെ കോരിയെടുക്കും. അങ്ങനെയാണ് ഞാനൊക്കെ ചായ ഉണ്ടാക്കല്. പാന്താത്ത അങ്ങ് കുറച്ച് കുടിച്ചിട്ടോ. അത് ചായ ഇല്ലല്ല പെടുത്തരട്ടോ. ഇതാ കാശോടെ, കാശ് ഞാൻ തരി. നിങ്ങളെങ്ങത്തെ നീച്ചു പോണത്? നിക്കിവിടെ. അതാ ഈ ചായ കുടിച്ചിട്ട് പോയിക്കോളി. പോവല്ലേ, കുറച്ച് ചായ കുടിച്ചിട്ട് പോയിക്കോളി. ചോർന്നിട്ട് പോയാ പോരല്ലെങ്കിലേ. ഇതാ എന്നാ ബിസ്ക്കറ്റ് തിന്നോളി. അല്ലോ ഇത് ബിസ്ക്കറ്റ് എന്നാ പറഞ്ഞ പിന്നെ തിന്നാൻ വരികയാണല്ലോ. എന്നിട്ട് മാറി നിക്ക, അല്ലെങ്കിൽ ഇന്നെ പിച്ച് തിന്നു. പാവാണേ, ഓരോരു 2 കുട്ടികളുണ്ട്. ഇന്നെ കണ്ടപ്പോക്ക് ആ കുട്ടികളെ കാണാൻ പൂതേന്ന് പറയാണ്ട് ഒരു വേഗം പോയി. ഞാൻ കൊറേ പോണ്ടാ പറഞ്ഞ്. സാരല്ല. അപ്പോഴാണ് ഞാൻ വേറൊരു സംഭവം കാണുന്നത്. ഇന്നത്താത്ത ഉണ്ട് ബക്കറ്റും കിടച്ചും ഒക്കെ എടുത്ത് പോണേ. ഇന്നത്താത്തനെ ഹോസ്റ്റലിലാക്കിക്കുന്നു. ഈ നാളെ ഇന്നത്താത്ത പോവുകയാണേ. 4 കുളിക്കാത്ത ഇന്നത്താത്താക്ക് എന്തിനാ ബക്കറ്റ്? ഞാനത് കൊറേ ആലോചിച്ച്. കുറച്ച് പിടിയും കിട്ടണില്ല. ചിലപ്പോ ഹോസ്റ്റലില് വല്ല കുളമൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ മീൻ പിടിക്കാൻ വല്ലതും ആയിരിക്കും. അല്ലാതെ ഇന്നത്താത്ത കുളിക്കൊന്നും എനിക്ക് തോന്നില്ല. പാവം ശങ്കരം വരുന്നുണ്ട് ഇന്നത്താത്ത പോവാണേ പറഞ്ഞിട്ട്. ഞാൻ കൊറേ പോണ്ട പറഞ്ഞ. പക്ഷെ ഇന്നത്താത്ത കേക്കണ്ടേ. ലിപ്സ്റ്റിക് ഇടണ്ടാ? ഇക്കുമാനോ. ഇന്നത്താത്തന്റെ മാറ്റിലൊക്കെ കഴിഞ്ഞ് ഇന്നതാത്ത പുറത്ത് പോവാനേട്ടാ. ഇന്ന സങ്കടം മാറ്റാൻ വേണ്ടിട്ട് പുറത്തേക്കൊക്കെ കുറച്ച് നടന്നേ. അപ്പൊക്കെ കുറച്ച് സങ്കടമൊക്കെ മാറി. നല്ല വെയിലിട്ടോ. കണ്ടില് സൂര്യനെ കത്തുന്നേ. വെയിലായപ്പോ ഇങ്ങനെ തന്നെ പോണേ. അപ്പോഴാണ് ഇന്നത്താത്തക്ക് സങ്കടം വന്നിട്ട് ഇന്നതാത്ത ഇവിടെ ഇരുന്ന് കരയണേ. ഇന്നതാത്ത കഴിഞ്ഞിടത്തേക്ക് സങ്കടമായിട്ട് ഞാൻ മമ്മന്റെ വടിയിൽ കയറുന്നു. അപ്പൊ കൂടുതൽ കരച്ചില്ലെന്ന്. അപ്പൊ ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞു. ഞാൻ ഇന്നതാത്തന്നെ കരച്ചിട്ട് കാണൂലല്ലോ. ഞാൻ ഈ കുളത്തിൽ കുറെ കല്ല് ഇട്ടിങ്ങനെ ഇരുന്നു. അപ്പൊ ഇന്നതാത്ത ഓരോന്ന് പറഞ്ഞ് എന്നെ സന്തോഷിപ്പിച്ച്. ഞാൻ വരുമ്പോ കിൻഡർ ജോയ് കൊണ്ടിട്ടുണ്ട്, ഐസ്ക്രീം കൊണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ സമാധാനായി. അവ ഇന്നത്താത്ത എന്തിനാ പോണെന്നറിയോ? ഇന്നത്താത്ത പഠിക്കാൻ പോവാനേ പറഞ്ഞ്. അപ്പൊ ഞാന് പറഞ്ഞു ഇന്ന പോയിക്കോട്ടെ. എന്നിപ്പിക്ക് സങ്കടത്തിൽ ഞാൻ കുറച്ച് കരഞ്ഞ്. സങ്കടം കണ്ടാ ഇന്നത്താത്ത പോവാതിരുന്നാലോ? ഞാൻ കാര്യം പിന്നെ ചിരിപ്പിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും സെഞ്ചടിച്ച് ഇന്നത്താത്തനെ ഇവിടെ നിർത്തിക്ക. പോവല്ലേ ഞാനാ അതാ ഇന്ന പോയി. അതാ ബോബോയിലുണ്ടല്ലോ ഇന്നെ അടുത്തേക്ക്. ഇന്റെ താത്ത ബോബോ കണ്ടിട്ട് പേടിച്ച് ഓടുന്നതാ. ചിലപ്പോ ബോബോ ഇന്ന താത്തനെ കടിക്കാൻ വന്നാൽ ഇന്ന താത്ത പോകൂല, അവിടെ തന്നെ വെക്കും. ഞാൻ ഇത്രയും കാരനെ അഭിനയിച്ചൊക്കെ വെറുതാവും. ഞാൻ ബോബോനെ ആട്ടട്ടെ. ബോബോ നിന്നിട്ട് വരുന്നുണ്ട്. ആ അവത്തൊക്കെ മണ്ടട്ടെ. ഈ ബോബോ പേടിച്ച് ഓടുമ്പോ ഇന്ന താത്തനെ കണ്ടിട്ട്. അപ്പൊ ബോബോനെ ഞാൻ ആട്ടേണ്ട ആവശ്യമില്ല. ഇങ്ങോട്ട് അറിയില്ല ഞാൻ പാടന്നെ ബോബോ. എല്ലാവർക്കും ഞാൻ വേണം. ബോബോ എന്നാലും ഞാൻ കാണാട്ടാൻ പാടുന്നേ. ഇന്ന് താത്തയും പോയി. ഇനിയിപ്പൊ ഞാനെന്താ ചെയ്യാ? ഇനിയിപ്പോ ഞാൻ ആരെ കൂടെ കളിക്കും? ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. പോയിട്ട് കരിയിട്ട് കുറച്ച്. ഇന്നത്താത്ത പഴപ്പിക്ക് നല്ല ഉറങ്ങാൻ പറ്റി. ഞാൻ ഉറങ്ങി നീച്ച്. അപ്പോഴാണ് ആലോചിച്ചത് ഇന്നത്താത്ത ഇവിടെ ഇല്ലല്ലോ എന്ന്. ഇനി നീച്ചിട്ട് എന്താ ഇപ്പൊ കാര്യം? കളിക്കാൻ ആരുമില്ല. അപ്പൊ കുറച്ചും കൂടി ഉറങ്ങാന്ന് വെച്ച് ഞാൻ അങ്ങനെ ഉറങ്ങിട്ട് കഴിച്ച്. അപ്പൊ ഇന്ന് ഇത്ര വിശേഷമുള്ളൂ കേട്ടാ.
ഇന്ന താത്ത ഞാൻ കുറേ കഴിഞ്ഞിട്ട് വരുള്ളൂ. അപ്പൊ എല്ലാരും ലൈക്കും കമന്റും ഒക്കെ ചെയ്യട്ടാ. ബൈ.